സുഹൃത്തുക്കൾ നിങ്ങളുടെ വിജയത്തിന് കാരണമാകേണ്ടവർ. എന്നാൽ ചിലരുണ്ട് നിങ്ങളുടെ നാശത്തിന് തുടക്കമിടുന്നവർ. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നവർ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോടും പറയും. അതൊരു നിയമമാണ്. വിശ്വാസമെന്നത് ഒരു ഗ്ലാസ് പോലെയാണ്. ടോക്സിക് ആയവരുടെ കൂടെയാണെങ്കിൽ അത് തകരാൻ അധികം സമയം വേണ്ട. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ താഴേക്ക് വലിക്കുന്നവർ സുഹൃത്തുക്കളല്ല, ബാധ്യതയാണ്. സമയം കൊല്ലാൻ മാത്രം കൂടെ കൂടുന്നവർ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കാൾ അവർക്ക് വലുത് അവരുടെ വിനോദങ്ങളാണ്. ഓർക്കുക, കഴുകന്മാർ കൂട്ടമായി പറക്കും, പക്ഷേ സിംഹം എന്നും തനിച്ചായിരിക്കും. നിങ്ങളുടെ സർക്കിൾ നിങ്ങളുടെ ഭാവിയാണ്. ഇവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചുകിട്ടാത്ത സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളെക്കാൾ താഴെയുള്ളവർക്ക് മാത്രമേ നിങ്ങളെ വിമർശിക്കാൻ കഴിയൂ. മുകളിലുള്ളവർക്ക് അതിന് നേരമില്ല. നെഗറ്റീവ് എനർജി തരുന്നവരെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ മടിക്കണ്ട. അത് ക്രൂരതയല്ല, അത്യാവശ്യമാണ്. നിങ്ങൾ 5 വിഡ്ഢികളുടെ കൂടെ നടന്നാൽ 6ാമത്തെ വിഡ്ഢി നിങ്ങളായിരിക്കും. 5 വിജയികളുടെ കൂടെ നടന്നാൽ 6ാമത്തെ വിജയിയും. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവരിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുക. സ്വാഗതം ടോക്സിക് സൗഹൃദങ്ങളെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള യാത്രയിലേക്ക്. ഒന്നാമത്തെ ലക്ഷണം, ഗോസിപ്പ്. നിങ്ങളോട് വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവൻ തിരിഞ്ഞു നടക്കുമ്പോൾ മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റവും പറയും. 2. വ്യാജ സന്തോഷം. നിങ്ങൾ ജയിക്കുമ്പോൾ അവർ കൈയടിക്കും, പക്ഷേ അവരുടെ കണ്ണുകളിൽ നോക്കൂ, അവിടെ സന്തോഷമല്ല, അസൂയയാണ് കത്തുന്നത്. 3. സ്വപ്നങ്ങളെ കൊല്ലുന്നവർ. നിന്നെക്കൊണ്ട് പറ്റില്ല, അത് റിസ്ക്കാണ് എന്നു പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നവർ. 4. സമയം കൊല്ലികൾ. അവർക്ക് ലക്ഷ്യങ്ങളില്ല, അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവർക്കൊരു തമാശ മാത്രമാണ്. 5. തമാശയുടെ പേരിലുള്ള അപമാനം. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കുന്നവർ. 6. എനർജി വാമ്പയർമാർ. ഇവരോട് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുപ്പും നിരാശയും മാത്രമേ തോന്നുന്നുള്ളൂ എങ്കിൽ ശ്രദ്ധിക്കുക. 7. മത്സരബുദ്ധി. നിങ്ങളെക്കാൾ മികച്ചതാവാൻ എപ്പോഴും ശ്രമിക്കുന്നവർ. സൗഹൃദമെന്നത് മത്സരമല്ല, സഹകരണമാണെന്നവർക്കറിയില്ല. 8. ആവശ്യത്തിന് മാത്രം വരുന്നവർ. നിങ്ങൾക്ക് പണവും പ്രതാപവും ഉള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്നവർ. വീഴ്ചയിൽ അവർ അപ്രത്യക്ഷമാകും. ഈ ലക്ഷണങ്ങളുള്ളവർ സുഹൃത്തുക്കളല്ല, ശത്രുക്കളെക്കാൾ അപകടകാരികളാണ്. അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ആയുധമാക്കും. നിങ്ങളിവരെ മാറ്റാൻ ശ്രമിക്കേണ്ട. ഒരു വിഷപ്പാമ്പിനെ പാൽ കൊടുത്തു വളർത്തിയാലും അത് കടിക്കും. അതാണ് അവരുടെ പ്രകൃതം. ഇവരെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്: കട്ട് ഓഫ്. നിശബ്ദമായി അകലുക. ഏകാന്തതയാണ് ടോക്സിക്കായ കൂട്ടത്തെക്കാൾ നല്ലത്. സിംഹങ്ങൾ നടക്കുന്നത് ഒറ്റയ്ക്കാണ്, ആട്ടിൻകൂട്ടങ്ങൾക്കൊപ്പമല്ല. ഇനി ആരെയാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്? ഉത്തരം ലളിതമാണ്: നിങ്ങളെക്കാൾ മികച്ചവരെ. 1. ചാലഞ്ചേഴ്സ്. നിങ്ങളെ കംഫർട്ട് സോണിൽ ഇരുത്തുന്നവരല്ല, അതിൽ നിന്ന് പുറത്തു ചാടാൻ നിർബന്ധിക്കുന്നവർ. 2. ഐഡിയകൾ ചർച്ച ചെയ്യുന്നവർ. ആളുകളെക്കുറിച്ച് ഗോസിപ്പ് പറയാതെ പണത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സംസാരിക്കുന്നവർ. 3. മുഖസ്തുതി പറയാത്തവർ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളവർ. 4. ലക്ഷ്യബോധമുള്ളവർ. സമയം വെറുതെ കളയാൻ അവർക്ക് താൽപ്പര്യമില്ല. അവരുടെ ഓട്ടം വിജയത്തിലേക്കാണ്. നിങ്ങളെയും അവർ കൂടെ കൂട്ടും. നിങ്ങളുടെ സർക്കിളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. 4 കോടീശ്വരന്മാരുടെ കൂടെ നടന്നാൽ 5ാമത്തെ കോടീശ്വരൻ നിങ്ങളായിരിക്കും. ഇങ്ങനെയുള്ളവരെ കിട്ടിയില്ലെങ്കിലോ? വിഷമിക്കണ്ട, തനിയെ നടക്കുക. ഏകാന്തത ഒരു ശാപമല്ല, അതൊരവസരമാണ്. നിങ്ങളുടെ ജീവിതം ഒരു ശില്പം പോലെയാണ്. വേണ്ടാത്ത ബന്ധങ്ങളെ കുത്തിമാറ്റുക. ബാക്കിയാവുന്നത് മനോഹരമായൊരു രൂപമായിരിക്കും. ക്വാളിറ്റിയില്ലാത്ത 100 സുഹൃത്തുക്കളെക്കാൾ നല്ലത് ക്വാളിറ്റിയുള്ള ഒരു ശത്രുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നിഴലാണ്.
തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. സാധാരണക്കാരനായി മരിക്കണം അതോ ഒരു ലെജൻഡായി ജീവിക്കണം? നിങ്ങൾ 0.1% ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരുമിച്ച് വളരാം. 2026-ൽ നിങ്ങൾക്കൊരു വമ്പൻ തിരിച്ചുവരവ് വേണോ എങ്കിൽ ദി 0.1% മൈൻഡ് സെറ്റ് എന്ന എൻ്റെ ബുക്ക് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇത് വായിച്ചവർക്ക് ലഭിച്ച റിസൾട്ട് എന്താണെന്നറിയാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹൈലൈറ്റ്സ് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.